ഈ ഇറാനെ പറ്റിയിട്ട് എനിക്ക് വലിയ മതിപ്പൊന്നുമില്ല. ഇവർ യഥാർത്ഥത്തിൽ ഒരു സൈനികമായിട്ട് അത്ര വലിയൊരു ശക്തിയൊന്നുമല്ല. ഞാൻ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ സാധാരണ വ്യോമസേനയുടെ ശക്തിയാണല്ലോ ഏറ്റവും അധികം ഉപയോഗിക്കാറ്. കാരണം അവിടെയൊന്നും വലിയ സ്കോപ്പില്ല. നാവികസേനക്കൊന്നും വലിയ സ്കോപ്പില്ലാത്ത സ്ഥലമുണ്ട്. ഇവർക്ക് ഞാൻ ചോദിക്കട്ടെ, ഇവർ ഒരു തരത്തിലുള്ള വിമാനങ്ങളൊന്നും ഇവർ നിർമ്മിക്കുന്നില്ല. ഇവർക്ക് അമേരിക്ക തന്നെ 40-50 കൊല്ലം മുമ്പ് കൊടുത്തിട്ടുള്ള പഴയ 15 വിമാനങ്ങളൊക്കെ ആണല്ലോ. ഇവർ ഏത് യുദ്ധത്തിനാണ് പോകാൻ പോകണമെന്ന് എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ പറഞ്ഞ ശരിയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ അല്ല. ചിലപ്പോൾ ഇവരുടെ അടുത്ത് ശരിക്കും അണുവായുധം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഉണ്ടായിക്കൂടുന്നില്ല. അതിപ്പോൾ നമ്മൾ പറയല്ലേ, അത് ആറ്റമിക് എനർജി ഏജൻസിയൊക്കെ പറയാണ് അത് ഇത്ര 70% ആയിട്ടുള്ളൂ, വെപ്പണൈസേഷൻ 80% ആയിട്ടുള്ളൂ. അത് നമുക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഒരു കൺവെൻഷണൽ വാർഫെയറിൽ ഇവരെവിടെയല്ല. ഞാൻ ചോദിക്കട്ടെ, ഇവർ യുദ്ധം ചെയ്തെന്ന് പറയുന്നത് ഇറാഖായിട്ട്, അത് 10 കൊല്ലം അങ്ങാണ്ടെടുത്ത്. അപ്പോൾ ആ നിലക്ക് ഇവരൊരു വേറെ സംഭവം കൂടെ പറഞ്ഞുതരാം. ബാക്കി രാഷ്ട്രങ്ങൾ, അത് പാകിസ്ഥാൻ അടക്കമുള്ള രാഷ്ട്രങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ സിറിയ അടക്കം, അല്ലെങ്കിൽ ഈജിപ്റ്റ് അടക്കം, അവർ സോവിയറ്റ് റഷ്യയായിട്ട് കരാറുണ്ടാക്കി, പാകിസ്ഥാൻ ചൈനയായിട്ട് കരാറുണ്ടാക്കി, ഇവരിവിടെ സുഖോയ് ഉണ്ടാക്കി, മെഗ് ഉണ്ടാക്കി, ഇവരൊരു വലിയ തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഇവർ ഇസ്രായേലിനോട് പരാജയപ്പെട്ടത്. അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ഡ്രോൺ അറ്റാക്ക് നടത്തി. എനിക്ക് തോന്നുന്നില്ല ഈ അയൺ ഡോമിനെതിരായിട്ട്. ഇപ്പോൾ ഞാനിപ്പോൾ ഇസ്രായേലിന് കടുത്ത എതിർപ്പുള്ള ഒരാളാണ്. ഒരു ചാനലിൽ ഇരുന്നിട്ട് ഇസ്രായേലിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടില്ല. ഇത് ജസ്റ്റ് ഒരു മിലിറ്ററി അനാലിസിസ്, തെറ്റിദ്ധാരണ വരാതിരിക്കാൻ വേണ്ടി ഒരു മിലിറ്ററി അനാലിസിസ് നടത്തുകയാണ്. ഇത് അമേരിക്ക അതിൻ്റെ പല തന്ത്രങ്ങളുടെ ഭാഗമായിട്ട് ലോകത്തെല്ലായിടത്തും, ഒറ്റ വാക്കിൽ പറഞ്ഞുതരാം, യുക്രൈനിലെ നാറ്റോനെ ഉപയോഗിക്കുന്നു. ഇൻഡോ പാകിസ്ഥാൻ വാറിൽ അവർ പറയുന്നു ഇവർ അടിച്ചേൽപ്പിച്ച ഒരു ഒത്തുതീർപ്പാണെന്ന് ഇവർ പറയുന്നു. ഇന്ത്യ പറയുന്നു അങ്ങനെ ഇവർ ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നു. ഇവരിടപെട്ടു എന്ന് ഇവർ പറയുന്നു. ഇപ്പുറത്തെ ഭാഗത്ത് അവർ ഗാസയിൽ പോയിട്ട് ഇടപെടുന്നു. അവിടെ മനുഷ്യക്കുരുതി നടക്കുന്നു, ഇവർ ഇടപെടുന്നില്ല. ഈ വസ്തു ഇവർ പറയുന്നു ഞങ്ങൾ ന്യൂക്ലിയർ, ഇന്നലെ ലാസ്റ്റും കൂടെ പറഞ്ഞ അവസാനം ഇവർ ഭീഷണിയുടെ സ്വരം ഉപയോഗിക്കുന്നു. ഞങ്ങളുടെ അടുത്ത് നല്ല ഉഗ്രൻ ആയുധങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾ ഇസ്രായേലിന് കൊടുത്തിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഇനി ഇസ്രായേൽ നാളെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നടക്കം മരിച്ചു പോകും, അതിനൊക്കെ നിങ്ങൾ തന്നെ ഉത്തരവാദികളായിരിക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ കവലച്ചട്ടമ്പിയെ പറഞ്ഞു വിട്ടിട്ട് ഭീഷണിപ്പെടുത്തല്ലേ? അതിന് തുല്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നേരിട്ട് ചെയ്യാതെ ഒരു കവലച്ചട്ടമ്പീനെ പറഞ്ഞു വിട്ടിട്ട് നിങ്ങളെ കൊല്ലാൻ വന്നിരിക്കുകയെന്ന് പറഞ്ഞിട്ട് അയാൾ പറയുന്നു. അതിനായിട്ട് ഇയാൾ പറഞ്ഞു അയാൾ കൊല്ലും എന്ന് ഇയാൾ ഞാൻ അറിഞ്ഞു എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ഭരണകൂടം അല്ലെങ്കിൽ ഒരു സംസ്കാരം നിലനിന്നിരുന്നു എന്ന് പോലും ലോകം ഓർമ്മിക്കാത്ത തരത്തിൽ അവരെ തുടച്ചു നീക്കിക്കളയും എന്നാണ് ഭീഷണി. അത് ഭീഷണി ട്രംപ് തന്നെയല്ലേ നേരിട്ടിട്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? മാർക്കോ റൂബിയോ എന്ന് പറയുന്നത് ഞങ്ങൾ ഇതിൽ ഇടപെട്ടിട്ടില്ല. ട്രംപ് എന്താ പറഞ്ഞത്? ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. മുഴുവനും അമേരിക്കൻ ആയുധങ്ങൾ, F-15, F-16, F-35, ഇത് മുഴുവൻ സകല അയൺ ഡോം, ബാലിസ്റ്റിക് മിസൈലുകൾ മുഴുവൻ ഇതെല്ലാം ഡയറക്റ്റ്ലി സപ്ലൈ ചെയ്തിട്ട് അതിൻ്റെ സ്പെയർ പാർട്സുകൾ കൊടുത്തിട്ട് അതിൻ്റെ പൈലറ്റുകൾക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ട് എന്നിട്ട് അവസാനം പറയണേ ഞങ്ങൾക്കറിയില്ല ഇതെങ്ങനെ സംഭവിച്ചു, ഇങ്ങനെ സംഭവിച്ചു കൂടാന്നില്ല, നിങ്ങൾക്ക് പരിക്ക് പറ്റും, അതുകൊണ്ട് നിങ്ങൾ വേഗം ഒത്തുതീർപ്പായിക്കോളും, നിങ്ങൾക്ക് സറണ്ടർ ചെയ്തോളൂ. ഇതാണ് ഇവരുടെ ആറ്റിറ്റ്യൂഡ്.